ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് കിച്ചൺ കബോർഡുകളെ കുറിച്ചാണ്. വിവിധ മോഡലിലുള്ള വിവിധ ഡിസൈനിലുള്ള കിച്ചൺ കബോർഡുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പുതിയതായി വീട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ കിച്ചൺ കബോർഡുകൾ സെറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഏതെല്ലാമാണെന്ന് ഞാൻ എൻ്റെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ഈ കിച്ചണിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കിച്ചൺ കബോർഡുകൾ സെറ്റ് ചെയ്യേണ്ട വിധം എങ്ങനെയാണ്, എങ്ങനെ കബോർഡിൽ കൂടുതൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങൾ, ആക്സസറികൾ ഏതെല്ലാമാണ് ഉപയോഗിക്കേണ്ടത് എന്നിങ്ങനെയുള്ള എല്ലാ വീഡിയോസ്, എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ അടുപ്പ് എവിടെയാണ് വെക്കേണ്ടത് അല്ലെങ്കിൽ കത്തിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും, വാസ്തുശാസ്ത്രപരമായി അടുപ്പിൻ്റെ സ്ഥാനം എവിടെയാണ് എന്നതിനെക്കുറിച്ചുള്ള എല്ലാ വീഡിയോസും, എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാവർക്കും ഇത് കയറി കണ്ട് ആസ്വദിക്കാവുന്നതാണ്, കാര്യങ്ങൾ അറിയാവുന്നതാണ്. എൻ്റെ ഈ ചാനലിൻ്റെ പേര് സ്റ്റീയാൻ ഇൻറ്റീരിയേഴ്സ് എന്നാണ്. എൻ്റെ പേര് സെബാസ്റ്റ്യൻ, വീട് കൊച്ചിയാണ്. കിച്ചൺ കബോർഡുകളുടെ വിവിധ തരത്തിലുള്ള വിവിധ ഡിസൈനിലുള്ള യൂണിറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പല ഡിസൈനിൽ, പല കളറുകളിൽ, വിവിധ കളറുകളിലാണ് ഈ കബോർഡുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഇന്നത്തെ വീഡിയോയ്ക്ക് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, എല്ലാ കിച്ചൺ യൂണിറ്റുകളും ലൈറ്റ് കളറുകളാണ്. വ്യത്യസ്ത ഇനം ലൈറ്റ് കളറുകളാണ് എല്ലാ യൂണിറ്റുകൾക്കും ഉള്ളത്. ഒത്തിരി കടും കളറ് ഉപയോഗിച്ചിട്ടില്ല. വളരെ മനോഹരമായ രീതിയിലാണ് ഈ യൂണിറ്റ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ചില കബോർഡുകൾക്ക് ഡ്രോയറുകളാണ് ഏറ്റവും കൂടുതൽ ആഡ് ചെയ്തിരിക്കുന്നത്. ബാസ്ക്കറ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ബാസ്ക്കറ്റുകളുടെ പ്രത്യേകത വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കിച്ചണിൽ നമ്മുടെ പാത്രങ്ങൾ വെക്കുവാനായിട്ട് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന ഒരു ആക്സസറിയാണ് പ്ലേറ്റ് ബാസ്ക്കറ്റുകൾ. കിച്ചണിൽ നിർബന്ധമായിട്ടും 2 or 3 പ്ലേറ്റ് ബാസ്ക്കറ്റുകൾ നിർബന്ധമായിട്ടും നമ്മൾ കിച്ചൺ കബോർഡ് ചെയ്യുന്നവർ ആഡ് ചെയ്തിരിക്കണം. അല്ല എങ്കിൽ പാത്രങ്ങൾ വെക്കുവാൻ സ്ഥലമില്ലാത്ത അവസ്ഥയിലേക്ക് വരും. പാത്രങ്ങൾ എപ്പോഴും സൂക്ഷിക്കുവാനായിട്ട് പ്ലേറ്റ് ബാസ്ക്കറ്റ് വളരെ അത്യാവശ്യമാണ്. അത് പിടിപ്പിക്കേണ്ടത് നമ്മുടെ സിങ്ക് വരുന്ന ഭാഗത്ത്, സിങ്ക് വരുന്നതിൻ്റെ വലതുവശത്തായിട്ടായിരിക്കണം ഈ പ്ലേറ്റ് ബാസ്ക്കറ്റുകൾ പിടിപ്പിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് വളരെ എളുപ്പത്തിൽ അത് കഴുകിയതിന് ശേഷം എടുത്ത് വെക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കുകയാണെങ്കിൽ, സിങ്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് GTPT എന്നുള്ള ഒരു ആക്സസറിയും കൂടി ആഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കബോർഡും കൂടി സിങ്കിന് മുകൾ ഭാഗത്തായിട്ട് ചെയ്യുകയാണെങ്കിൽ, അവിടെ നമുക്ക് ആ യൂണിറ്റിൽ പ്ലേറ്റുകളും അതേപോലെ ഗ്ലാസ്സുകളും എല്ലാം വളരെ എളുപ്പത്തിൽ വെക്കുവാനും വളരെ പെട്ടെന്ന് ഉപയോഗിക്കുന്ന രീതിയിൽ നമുക്ക് സൂക്ഷിക്കുവാനും സാധിക്കും. GTPT എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം, G എന്ന് പറയുന്നത് ഗ്ലാസ്, T എന്ന് പറയുന്നത് ട്രേ. അപ്പോൾ ഗ്ലാസ് ട്രേ അതാണ് GT. PT എന്ന് പറയുന്നത് പ്ലേറ്റ് ട്രേ. അപ്പോൾ
GTPT എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്ലാസ് ട്രേയും പ്ലേറ്റ് ട്രേയുമാണ്. അതിന് സെപ്പറേറ്റ് ആയിട്ടൊരു കബോർഡ് ഉണ്ടാക്കേണ്ടതുണ്ട്. അതൊരു ഒറ്റ കള്ളിയായിട്ടുള്ള ഒരു കബോർഡാണ് അതിന് ഉണ്ടാക്കേണ്ടത്. ഈ GTPTക്ക് സൈസ് ഉണ്ട്. 60 സെൻറ്റിമീറ്റർ, 75 സെൻറ്റിമീറ്റർ എന്നിങ്ങനെയുള്ള 90 സെൻറ്റിമീറ്റർ എന്നിങ്ങനെയുള്ള സൈസുകളിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആ മെഷർമെൻറ്റിന് അത് പിടിപ്പിക്കത്തക്ക രീതിയിലുള്ള കബോർഡുകളാണ് നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, GTPT സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ആദ്യമേ തന്നെ നമ്മളുടെ വീടിന് അനുയോജ്യമായ രീതിയിലുള്ള സ്ഥലം അവിടെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ GTPT പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ 60 സെൻറ്റിമീറ്റർ പിടിപ്പിക്കുന്ന രീതിയിലുള്ള സ്ഥലമേ ഉള്ളൂവെങ്കിൽ 60 വെച്ചാൽ മതി. ഇനി സൗകര്യം കൂടുതലുണ്ടെങ്കിൽ 75, 90 ഒക്കെ ആകാം. അത് പല മോഡലിലും പല ഡിസൈനിലും കിട്ടും. വില കൂടിയതുമുണ്ട്, കുറഞ്ഞതുമുണ്ട്. എപ്പോഴും നമ്മൾ GTPT വാങ്ങിക്കുമ്പോൾ ബ്രാൻഡഡ് കമ്പനി തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. അതായത് എപ്കോ, ഹാഫ്ലെ പോലുള്ള, ഹെറ്റിക്സ് എന്നിങ്ങനെ, ഹെറ്റിക്സ് എന്നിവരുള്ള വളരെ ബ്രാൻഡഡായ കമ്പനികൾ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അങ്ങനെ എടുക്കുമ്പോഴേക്കും അത് തുരുമ്പ് പിടിക്കത്തില്ല. മറ്റുള്ള അറിയപ്പെടാത്ത കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തുരുമ്പ് പിടിച്ചു പോകും. വില വളരെ വ്യത്യാസം കാണുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ GTPT സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ കിച്ചണിൽ ആഡ് ചെയ്യേണ്ട ഒരു ട്രോളി യൂണിറ്റ് ആണ്. നിർബന്ധമായിട്ടൊരു ട്രോളി യൂണിറ്റ് ആഡ് ചെയ്യുക. ട്രോളി യൂണിറ്റ് ആഡ് ചെയ്താൽ നമ്മൾ ഫ്രിഡ്ജ് പോലെ തന്നെ നമുക്ക് സാധനങ്ങൾ സൂക്ഷിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു യൂണിറ്റാണ് ടോൾ യൂണിറ്റ്. അതേപോലെ കൂടുതൽ ഇന്നോടെക്കുകൾ ആഡ് ചെയ്യുക. ഇന്നോടെക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്തൊരു 30 കിലോ ഭാരം വരെ സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. അത്രയും ലോഡിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ആക്സസറിയാണ് ഇന്നോടെക്കുകൾ. ഇത് ഫിറ്റിങ്സ് മാത്രമേ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുകയുള്ളൂ. അതൊരു ഡ്രോയർ ആണെന്ന് തെറ്റിദ്ധരിക്കരുത് ഒരു കാരണവശാലും. അതൊരു ഡ്രോയർ പോലെയല്ല. നമ്മൾ ഡ്രോയർ പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ്. നല്ല ഫിറ്റിങ്സ് മാത്രമേ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുകയുള്ളൂ. ഇന്നോടെക്ക് എന്ന പേര് തന്നെ അതൊരു ഫിറ്റിങ്സിൻ്റെ പേരാണ്. അത് നമ്മൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര സൈസ് നീളത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. 2 അടി നീളത്തിലോ 80 സെൻറ്റിമീറ്ററോ 90 സെൻറ്റിമീറ്ററോ 1 മീറ്ററോ 1.20 എത്ര നീളത്തിൽ വേണമെങ്കിലും നമുക്കത് വലുതാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആക്സസറീസാണ് ഇന്നോടെക്കുകൾ. അപ്പോൾ നമ്മുടെ വീടുകളിൽ എപ്പോഴും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഇൻറ്റീരിയർ തന്നെയാണ്, ഒരു ആക്സസറി തന്നെയാണ് ഇന്നോടെക്ക്. കാരണം അതിൻ്റെ നീളം കൂടുന്നതനുസരിച്ചാണ് ആ ഒരു യൂണിറ്റിൻ്റെ ഭംഗി വരുന്നത്. ഇപ്പോൾ ബോട്ടം യൂണിറ്റിൻ്റെ കാര്യങ്ങൾ, കിച്ചൻ്റെ ബോട്ടം യൂണിറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. സിങ്കിൻ്റെ ഭാഗങ്ങൾ മനസ്സിലായി, അടുപ്പിൻ്റെ സ്ഥലങ്ങൾ മനസ്സിലായി. പിന്നെ ഇനി അടുപ്പിൻ്റെ സ്ഥാനം, അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അടുപ്പിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് കിഴക്ക് ഭാഗത്താണ് അടുപ്പ് വരേണ്ടത്. അപ്പോൾ ബോട്ടം യൂണിറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സിലായി കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 90 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് കിച്ചൺ കബോർഡിന് നമ്മൾ ബോട്ടം യൂണിറ്റിന് എടുക്കേണ്ടത്. 90 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം ഗ്രാനൈറ്റ് അടക്കമാണ്. കാരണം നമ്മൾ മിക്കവരും അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് നോർമൽ പൊക്കമുള്ളവർക്ക് ഈ 90 സെൻറ്റിമീറ്റർ പൊക്കത്തിൽ കിച്ചൺ കബോർഡ് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഹൈറ്റ് കുറഞ്ഞവരാണെങ്കിൽ കുറച്ച് താത്തി ചെയ്താൽ വളരെ നന്നായിരിക്കും അവർക്ക് കൈയെത്താൻ വേണ്ടിയിട്ട്. കിച്ചണിൻ്റെ ഹൈറ്റ് കണക്കാക്കുന്നതിൻ്റെ പ്രധാനമായിട്ടും ഹൈറ്റ് കണക്കാക്കേണ്ടത് സിങ്ക് ഉപയോഗിക്കുന്ന ആ പൊസിഷൻ അനുസരിച്ചാണ്. കാരണം സിങ്കിൻ്റെ കുഴി താഴേക്കാണ്.
ഒത്തിരി താന്നു പോയാൽ, അതായത് 90 സെൻറ്റിമീറ്റർ താത്തിയാണ് നമ്മൾ കിച്ചൻ്റെ ടോപ്പ് വെക്കുന്നതെങ്കിൽ സിങ്കിൻ്റെ കുഴിയുടെ താഴേക്ക് വരുമ്പോൾ നമ്മൾ ഒത്തിരി കുനിഞ്ഞ് നിന്ന് കഴുകേണ്ട അവസ്ഥയിലേക്ക് പോകും. ഒരു നോർമൽ സ്റ്റേജിൽ നോർമൽ പൊക്കമുള്ളവരൊക്കെ ആണെങ്കിൽ വളരെയധികം കുനിഞ്ഞ് നിന്ന് കഴുകേണ്ടതായിട്ട് വരും. അങ്ങനെ വന്നാൽ നമുക്ക് നടുവേദന വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഹൈറ്റ് കൂട്ടി വെക്കുന്നത്. അപ്പോൾ ഒത്തിരി കുനിയാതെ തന്നെ നമുക്ക് ചെയ്യാൻ പാത്രങ്ങൾ കഴുകാൻ സാധിക്കുന്നതാണ്. പിന്നെ അതിനൊരു മറ്റൊരു വശം എന്ന് പറയുന്നത്, അടുപ്പിൽ നമുക്ക് കഞ്ഞിയോ ചോറ് വെക്കുന്ന പാത്രം പൊക്കി വെക്കാനുള്ള ഒരു അസൗകര്യം മിക്ക വീടുകളിലും പറയുന്നുണ്ട്. 90 സെൻറ്റിമീറ്റർ ഹൈറ്റ് എടുക്കുന്ന വീടുകളാണെങ്കിൽ, കിച്ചൺ കബോർഡ് വെക്കുന്ന വീടുകളാണെങ്കിൽ അവിടെ അടുപ്പ് സെലക്ട് ചെയ്യേണ്ടത് വെട്ടി ഇരുത്തുന്ന രീതിയിലായിരിക്കണം. കിച്ചൺ സ്ലാബിൻ്റെ അടിഭാഗത്തേക്ക് ഉള്ളിലേക്ക് അടുപ്പ് ഇറങ്ങിയിരിക്കുന്ന രീതിയിലുള്ള അടുപ്പുകൾ ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഈ 90 സെൻറ്റിമീറ്റർ ഹൈറ്റ് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ സാധാരണ രീതിയിലേക്ക് സ്റ്റൗവിലേക്ക് മിക്കവരും മാറിക്കഴിഞ്ഞു. വെട്ടി ഇരുത്തി വെക്കുന്ന സ്റ്റൗകൾ വളരെ കുറച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണ ഇപ്പോഴത്തെ പുതിയ മോഡലിലെ സ്റ്റൗകളെല്ലാം ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് വളരെ ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് 85 സെൻറ്റിമീറ്റർ മതിയായിരിക്കും. സ്ലാബിൻ്റെ മുകൾ ഭാഗത്താണ് അടുപ്പ് വെക്കുന്നവരെങ്കിൽ ആ സ്ലാബിൻ്റെ പൊക്കം 85 സെൻറ്റിമീറ്റർ മതിയാകും. കൂടുതൽ ഹൈറ്റ് 90 സെൻറ്റിമീറ്റർ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ബോട്ടം യൂണിറ്റിൽ പറയാനായിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിള്, അതേപോലെ ഹൈലൻഡ് കിച്ചൻ്റെ പടങ്ങളെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ കാണുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ 2 രീതിയിൽ നമ്മൾ ചെയ്യാൻ സാധിക്കും. ഒന്ന് കിച്ചൺ സ്ലാബിൻ്റെ ഹൈറ്റിൽ തന്നെ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് കുറഞ്ഞ സാധാരണ ചെയറിട്ട് തന്നെ നമുക്ക് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുവാൻ സാധിക്കും. അത് തന്നെ നമ്മൾ ഹൈറ്റ് കൂട്ടി കൊടുക്കാം. അതൊരു ബാർ കൗണ്ടറിൻ്റെ ഒരു ലുക്കിലേക്ക് വരുന്ന രീതിയിലേക്ക് ഹൈറ്റ് കൂട്ടി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ചെയർ പറ്റില്ല, ഹൈറ്റ് കൂടിയ ചെയർ ഇടേണ്ടതായിട്ട് വരും. അത് കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണത്. ഇനിയുള്ളത് ഹൈലൻഡ് കിച്ചണാണ്. ഇപ്പോൾ ഹൈലൻഡ് കിച്ചണാണ് നിങ്ങളിപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ മെയിൻ സ്ലാബിൽ യാതൊരു പാചകവും ചെയ്യുന്നില്ല. ഇതിവിടെ ചെയ്യുന്നത് ഈ കിച്ചൺ ഹൈലൻഡ് കിച്ചൺ എന്ന് ഉദ്ദേശിക്കുന്ന ഈ ഒരു കൗണ്ടറിൻ്റെ മുകളിലായിരിക്കും എല്ലാ പാചകവും ചെയ്യുന്നത്. അവിടെയാണ് അടുപ്പ് വരുന്നത്. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ചിമ്മിനി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീടിനൊരു പ്രത്യേക ഭംഗി കിട്ടാനായിട്ട് ഈ ഹൈലൻഡ് കിച്ചൺ ഉപകരിക്കും. ഒരു ഹോട്ടലിൻ്റെ ഒരു ഫീലിംഗ് ആയിരിക്കും ഹൈലൻഡ് കിച്ചൺ വന്നു കഴിഞ്ഞാലുള്ളത്. ഒത്തിരി കുറച്ച് ചിലവ് കൂടുതലാണ് ഹൈലൻഡ് കിച്ചൺ സെറ്റ് ചെയ്യുമ്പോൾ. കാരണം അതിനൊരു അടുപ്പിൻ്റെ അടുപ്പ് വെക്കാൻ ചിലവെല്ലാം സെയിമാണ്. പക്ഷേ ചിമ്മിനി അതിന് കുറച്ച് എക്സ്പെൻസീവ് ആണത്. അത് ഹാങ് ചെയ്ത് കിടക്കുന്ന രീതിയിലാണ് ആ ചിമ്മിനി ഉള്ളത്. അപ്പോൾ അത് ആ രീതിയിൽ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ എയർ വലിച്ച് പുറത്തേക്ക് കളയുന്നത് എക്സ്ട്രാ പൈപ്പ് കൊടുത്ത് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊരു കുറച്ച് ചിലവ് കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വലിയ കിച്ചണാണെങ്കിൽ മാത്രമേ ഹൈലൻഡ് കിച്ചൺ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ചെറിയ കിച്ചണിൽ ഹൈലൻഡ് കിച്ചൺ ഉണ്ടാക്കിയാൽ അത് ഒത്തിരി കൺജസ്റ്റായി പോകും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഹാൻഡിലുകളാണ്. ഹാൻഡിലുകൾ ഇപ്പോൾ ഈ ചിത്രങ്ങളിൽ കാണുന്ന ഹാൻഡിലുകളെല്ലാം പ്രൊഫൈൽ ഹാൻഡിലുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കത് 2 രീതിയിൽ കൊടുക്കാം. പ്രൊഫൈൽ ഹാൻഡിലാണെങ്കിൽ നമുക്ക് ഈ ഡോറിൻ്റെ ഫുൾ ലെങ്ത്തിൽ ഹാൻഡിൽ കിട്ടും. നമുക്ക് ഏത് ഭാഗത്ത് പിടിച്ച് വേണമെങ്കിലും തുറക്കാൻ സാധിക്കും. അതുമാത്രമല്ല അതൊരു പ്രത്യേക ഭംഗി കൂടിയാണ്. പിന്നെ ഉള്ളത് സാധാരണ രീതിയിലുള്ള ഹാൻഡിലുകളാണ്. അത് 8 ഇഞ്ചുണ്ട്, 6 ഇഞ്ച്, 10 ഇഞ്ച്, 12 ഇഞ്ച്, ഇത്ര നീളത്തിൽ. എപ്പോഴും ഹാൻഡിലുകൾ വലിപ്പം കൂടുന്ന രീതിയിൽ കൊടുക്കുന്നതാണ് എപ്പോഴും കാണാൻ ഭംഗി.
കിച്ചൺ കബോർഡ് ഉപയോഗിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് കാഴ്ചയ്ക്കാണ് കൂടുതൽ അതിൻ്റെ ഒരു അട്രാക്റ്റീവ് കിട്ടുന്നത്. ഇനി അപ്പർ യൂണിറ്റുകളാണ്. അപ്പർ യൂണിറ്റുകൾ എടുക്കുമ്പോൾ അതിന് 60 സെൻറ്റിമീറ്ററാണ് സാധാരണ രീതിയിൽ നമ്മൾ ഹൈറ്റ് ഇടുന്നത്. അതായത് ഫ്ലോറിൽ നിന്ന് 210 സെൻറ്റിമീറ്റർ ഒരു കട്ട്ളയുടെ പൊക്കം, അതാണ് ഒരു കിച്ചൺ യൂണിറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഹൈറ്റായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അപ്പർ യൂണിറ്റിൻ്റെ ടോപ്പ് വശം എന്ന് പറയുന്നത് 210 സെൻറ്റിമീറ്റർ, അത് 7 അടി പൊക്കത്തിലാണ് നമ്മൾ ടോപ്പ് ലെവൽ വെക്കുന്നത്. അപ്പോൾ 60 സെൻറ്റിമീറ്ററിൻ്റെ യൂണിറ്റ് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ സ്ലാബും കഴിഞ്ഞാൽ 60 സെൻറ്റിമീറ്റർ ബാലൻസ് കിട്ടും. അവിടെയാണ് നമ്മൾ വാൾ ടൈലുകൾ ഒട്ടിക്കുന്നത്. കിച്ചൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം, മറ്റൊരു ഐറ്റം എന്ന് പറയുന്നത് വാൾ ടൈലുകൾ തന്നെയാണ്. നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ പ്രധാനപ്പെട്ട ഭംഗി കൂട്ടുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് കിച്ചണിലെ വാൾ ടൈലുകൾ തന്നെയാണ്. എപ്പോഴും ലൈറ്റ് കളറ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒത്തിരി കിച്ചൻ്റെ ഡിസൈനുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അതേപോലെ ചിമ്മിനികളെക്കുറിച്ച് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. അതേപോലെ ഇൻബിൽറ്റ് ഓവൻ, അതും ഈ ഈ കിച്ചണിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനൊരു പ്രത്യേകമായിട്ടൊരു ടോൾ യൂണിറ്റ് ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനൊരു ടോൾ യൂണിറ്റ് ഉണ്ടാക്കി അതിൻ്റെ അകത്താണ് ഇൻബിൽറ്റ് ഓവൻ സെറ്റ് ചെയ്യുന്നത്. അതും നമ്മുടെ കിച്ചൻ്റെ ഭംഗി 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, കിച്ചൺ കബോർഡുകൾ ചെയ്യുമ്പോൾ അപ്പർ യൂണിറ്റിൻ്റെ അടിഭാഗത്തായിട്ട് ലൈറ്റുകൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ലൈറ്റുകൾ കൊടുക്കുക, നിർബന്ധമായിട്ടും ലൈറ്റുകൾ കൊടുക്കുക. അതാണ് നമ്മുടെ കിച്ചൺ യൂണിറ്റിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായ, ഏറ്റവും ഭംഗി കൂടുന്ന ഒരു ഐറ്റം. ഇൻറ്റീരിയറിൻ്റെ ഏറ്റവും ഭംഗി കൂട്ടുന്നത് ലൈറ്റുകളാണ്. അതേപോലെ അപ്പർ യൂണിറ്റുകൾ പണിയുമ്പോൾ ഓപ്പൺ ഷെൽഫുകളും ഉണ്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ഉള്ളിലും കൂടി ലൈറ്റുകൾ കൊടുക്കുകയാണെങ്കിൽ അവിടെ നല്ല കളർഫുള്ളായ, നല്ല ഭംഗിയുള്ള ഗ്ലാസ്സുകളോ പ്ലേറ്റുകളോ ഒക്കെ വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ക്യൂരിയോസ് വെക്കാൻ സാധിക്കും. അതിലൊക്കെയാണ് നമ്മുടെ കിച്ചൻ്റെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത്. അതൊക്കെയാണ് കാണാൻ ഭംഗിയുള്ള കപ്പോ സോസറോ പ്ലേറ്റുകൾ എന്നിങ്ങനെയുള്ള സാധനങ്ങൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാനും സാധിക്കും. കാണാൻ വളരെ മനോഹരവുമായിരിക്കും. കിച്ചൺ കബോർഡുകളെ കുറിച്ച് ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇനി ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ ചിത്രത്തിൽ നിന്ന് കണ്ടുകൊണ്ട്, ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടുകൊണ്ട് തീരുമാനിക്കുക. നിങ്ങളുടെ വീടിന് ഏത് കളറാണ് അനുയോജ്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്നെങ്കിൽ ആ കളറ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഒട്ടിച്ചിരിക്കുന്ന എല്ലാം ലാമിനേറ്റുകളാണ്. ഡോറുകൾക്ക് പ്ലൈവുഡും സ്ട്രക്ചർ വർക്കുകൾക്കായിട്ട് മൾട്ടിവുഡുമാണ് ഈ എല്ലാ കൗണ്ടറുകളിലും ഉപയോഗിച്ചിരിക്കുന്നത്. മൾട്ടിവുഡ് എടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈർപ്പം അടിക്കുന്ന ഭാഗമാണ് കിച്ചൻ്റെ ഭാഗം. അപ്പോൾ അവിടെ ഈർപ്പം അടിച്ചാലും മെറ്റീരിയലിന് കേടുവരാതിരിക്കണമെങ്കിൽ മൾട്ടിവുഡ് തന്നെ വേണം, അല്ലെങ്കിൽ WPC ബോർഡ് തന്നെ വേണം. അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. സ്ട്രക്ചർ വർക്ക് മാത്രം മൾട്ടിവുഡ് ആക്കുന്നത് അതുകൊണ്ടാണ്. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊരു ലൈക്ക്, ഷെയർ, ഹൈപ്പ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരിക. എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. 1000 സബ് തികക്കാനായിട്ട് നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സഹായിക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. ഇനി മറ്റൊരു വീഡിയോയുമായി തിരിച്ചു വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം.